ഇന്ന് എനിക്ക് കുറച്ച് കൂണും മാങ്ങയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാങ്ങ എന്ന് പറയുമ്പോൾ നല്ല പഴുത്ത മാമ്പഴമാണ്. അത് വെച്ച് നമുക്കിന്ന് ലഞ്ച് തയ്യാറാക്കിയാലോ. ആദ്യം ഞാൻ കൂണൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു 2-3 പ്രാവശ്യം കഴുകി കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചു കേട്ടോ. കാരണം എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാനാണ്. അപ്പം നമ്മൾ സാധാരണ കൂണ് വെക്കുന്ന പോലെ തന്നെ എണ്ണ ഒഴിച്ചു, കടുക്, ഉള്ളിയും പച്ചമുളകും ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങ ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് അധികമാവും കേട്ടോ. ഈ ഉള്ളിയും പച്ചമുളകും ഒന്ന് വഴന്ന് വന്ന ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കൂണിലേക്ക് മഞ്ഞ കളർ പിടിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് മാങ്ങയാണ് റെഡിയാക്കുന്നത്. ഇപ്പം മാങ്ങ കിട്ടി തുടങ്ങി കേട്ടോ. അതുകൊണ്ട് നമ്മളും കുറച്ച് മാങ്ങ വാങ്ങി. പക്ഷെ അതിന് വലിയ മധുരമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് കറി വെക്കാം, കഴിക്കാൻ പറ്റത്തില്ല. കഴിക്കുമ്പോൾ പുളിയാണ്, ചെറിയ പുളിയും ചെറിയ മധുരമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിന്ന് കറി വെക്കുന്നത്. മാങ്ങാക്കറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ മാങ്ങേൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. ഒന്ന് വെന്ത് വന്ന ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങയും അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കുന്നത്. കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഒന്ന് വെന്ത് കുറച്ച് കൊഴുപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാതെ എന്നിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും ഉലുവാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഊഞ്ഞാലിൽ നിന്ന് ആടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിലിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. നല്ല കാറ്റും ചെറിയ തണുപ്പും. ഈ കാലാവസ്ഥയ്ക്ക് ഇതിലിരുന്ന് ആടാൻ നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. ആ സമയത്ത് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ നല്ല കാറ്റാണ്. അതും ഇങ്ങനെ കാറ്റും കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കുക കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.